ഹായ്, വെൽക്കം ഓൾ ഓഫ് യു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ 2024 ഏറ്റവും സാധ്യതകളുള്ള സേഫ്റ്റി റിലേറ്റഡ് കോഴ്സുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മേഖലയിൽ എബ്രോഡ് ആയിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ജോലി ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് കോഴ്സ് അപ്ഡേറ്റ് ആകാൻ താല്പര്യമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അവരുടെ മനസ്സിലുള്ള ചോദ്യങ്ങളാണ് ഇത്. അപ്പോൾ അതിനൊരു ഉത്തരം എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് ആദ്യമായിട്ട് സേഫ്റ്റി ഫീൽഡിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി കോഴ്സുകളുടെ ഒരു നെടുന്തൂണ് പറഞ്ഞാൽ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് നെബോഷ് IG ലെവൽ 3 സർട്ടിഫിക്കറ്റ് ആണ്. ഈ കോഴ്സിനെ കുറിച്ചിട്ട് ഒരു 2-3 വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അഡ്മിഷനും രജിസ്ട്രേഷനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ചെയ്തതുമായിരുന്നു. അത് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നെബോഷ് സർട്ടിഫിക്കേഷൻ ഫസ്റ്റ് മണ്ടേറ്ററി ആണ്. കാരണം സേഫ്റ്റി ഫീൽഡിൽ വരാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും അവർ എബ്രോഡോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും. ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ താല്പര്യമുള്ള ആളുകളായിരിക്കില്ല ഒരു 90% ആളുകളും. കാരണം സേഫ്റ്റി ഫീൽഡിൽ ഇന്ത്യയിൽ അവസരങ്ങൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ 10 മടങ്ങ് അവസരങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ഭേദപ്പെട്ട സാലറിയും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഏത് ഫീൽഡിലേക്ക് പോകുന്നതും അവർ സെറ്റിൽ ആകണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണല്ലോ, അല്ലേ? ഫിനാൻഷ്യലായിട്ടുള്ള ഒരു മണി സെറ്റപ്പാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സേഫ്റ്റി ഫീൽഡിലും എല്ലാ ഫീൽഡിലും ഇത്ര സാലറി ഒക്കെ ഉണ്ട് അറിഞ്ഞിട്ട് ആളുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നെബോഷ് IG ലെവൽ 3 സർട്ടിഫിക്കറ്റ് നമുക്കറിയാം 2019 തൊട്ടിട്ട് ഒരു 2-3 വർഷമായി. അത് ഓൺലൈൻ എക്സാമാണ്. അതുപോലെ തന്നെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പണ്ടത്തെ പോലെ IGC 1, 2, 3 സിസ്റ്റം അല്ല. IG 1 ഒരു തിയറി പേപ്പറും ഒരു ഒരു അസസ്മെന്റ് പേപ്പർ മാത്രമാണ്, പ്രാക്ടിക്കൽ എന്ന് പറയാം. അപ്പോൾ ഈ 2 സബ്ജക്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു വിത്തിൻ 4 മാസം കൊണ്ടുള്ളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന തരത്തിലാണ് നെബോഷിൻ്റെ ഇപ്പോഴത്തെ സിസ്റ്റം. അത് ഈ അടുത്ത കാലത്തായിട്ട് നെബോഷ് കുറേ അപ്ഡേഷൻസുകൾ കൊടുന്നു വന്നെങ്കിലും ഇന്നും നെബോഷ് ലെവൽ 3 സർട്ടിഫിക്കറ്റ് നമുക്ക് IG സർട്ടിഫിക്കറ്റ് നമുക്ക് നല്ല രീതിയിൽ തന്നെ പാസ്സായി എടുക്കാൻ പറ്റുന്നതാണ്. കാരണം സിനാരിയോ ബേസ്ഡുള്ള ചോദ്യങ്ങളാണ്. അതിന് യുക്തിപരമായിട്ടുള്ള ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് പാസ്സായി പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സബ്ജക്റ്റ് നമ്മൾ 2024 ഇനിയും ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പഠിച്ചിരിക്കേണ്ട സബ്ജക്റ്റ് നെബോഷ് ലെവൽ 3 സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ വേറെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് അതോറിറ്റി നൽകുന്ന ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ഡിപ്ലോമ, അതായത് 1 ഇയറിൽ കഴിയാതെയുള്ള ഡിപ്ലോമ എടുക്കാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് സ്റ്റേറ്റ് കൗൺസിലുണ്ട്, BSS ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അതോറിറ്റികൾ ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ അറ്റസ്റ്റേഷൻ കിട്ടുമോ, അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ എത്ര ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ADS എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ സേഫ്റ്റി, ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ബോർഡ് പ്രൊമോട്ട് ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ്. കേരള ഗവൺമെൻറ്റിൽ അത്തരം ഒരു സർട്ടിഫിക്കേഷൻ ഇന്നില്ല. എങ്കിലും കെൽട്രോൺ പോലെയുള്ള അതോറിറ്റികൾ കേരള ഗവൺമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ആയിട്ട് ചെയ്യുന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതും അത്യാവശ്യം വാലിഡാണ്. അത് 44,000-45,000 രൂപ ഒക്കെ ആയിട്ട് ഫീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്ര നിലവാരം എനിക്കറിയില്ല. അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആന്ധ്ര ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡൽഹി ടെക്നിക്കൽ ബോർഡിൻ്റെ, സ്റ്റേറ്റ് ടെക്നിക്കൽ ബോർഡിൻ്റെ, കൊൽക്കത്ത ടെക്നിക്കൽ ബോർഡിൻ്റെ, അതുപോലെ ബോംബെ പറഞ്ഞു. അങ്ങനെ ഒരു 4-5 ടെക്നിക്കൽ ബോർഡുകൾ ഇന്ന് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡിപ്ലോമ 1 ഇയർ, അതായത് ADS സർട്ടിഫിക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ കൂടുതലായിട്ടും നമുക്ക് ആന്ധ്ര ടെക്നിക്കൽ ബോർഡിൻ്റെ കീഴിലുള്ളതും അതുപോലെ തന്നെ MGMT മഹാരാഷ്ട്ര ടെക്നിക്കൽ ബോർഡിൻ്റെ കീഴിലുള്ളതും. അത് മഹാരാഷ്ട്ര ടെക്നിക്കൽ ബോർഡിൻ്റെ കീഴിലുള്ള സർട്ടിഫിക്കറ്റാണ് ADS ആയിട്ട് കൂടുതൽ പേര് ചെയ്യുന്നത്. കാരണം ഒട്ടുമിക്ക ആളുകൾ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കുറവായിരിക്കും. സേഫ്റ്റി ഫീൽഡിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ബോംബെ ആയിരിക്കും അവരുടെ ആദ്യത്തെ ഒരു താവളം. എക്സാമ്പിൾ ഞാനും ഒരു ബോംബെയിൽ വർക്ക് ചെയ്ത് സേഫ്റ്റി ഫീൽഡിൽ ഇന്ന് അബുദാബി വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ കഥ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് എത്താം.
അതുപോലെ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കേണ്ടത്. ഇത്തരം കോഴ്സുകളാണ് ഇപ്പോൾ നമ്മൾ നെബോഷ് പറഞ്ഞു, അതുപോലെ തന്നെ ADS കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ RLA CLA പോലുള്ള കോഴ്സുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഇന്ത്യയിൽ ജോലി ചെയ്യാൻ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആണ്. പിന്നെ പ്രൈവറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ 1 ഇയർ, അതും നമുക്ക് സാധ്യതകളുണ്ട്. പക്ഷേ ചില കമ്പനികൾ, ഇപ്പോൾ റിലയൻസ് പോലെയുള്ള ചില കമ്പനികളിലൊക്കെ പെർമനന്റ് തസ്തികയിൽ ഔദ്യോഗികമായിട്ടുള്ള പേറോളിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ADS സർട്ടിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഈ ഫീൽഡിൽ, ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സർട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞത് ഇതല്ല. ഈ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്താൽ മതി. നെബോഷ് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഡിപ്ലോമ മാത്രം എനഫാണ്. മീൻസ് അതിൽ കൂടുതൽ നമുക്ക് ഒരു സ്റ്റാർട്ടിങ്ങിൽ വേണ്ട ആവശ്യമില്ല. 1 ഇയർ ഡിപ്ലോമയോ അതുപോലെ തന്നെ നെബോഷ് ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ഗൾഫ് നാടുകളിലും സ്റ്റാർട്ടിങ് ലെവലിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഫീൽഡിൽ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കാലക്രമേണ അപ്ഡേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി മൂന്നാമത്തെ ഒരു അപ്ഡേഷൻ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ചെയ്യേണ്ട സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ISO സർട്ടിഫിക്കേഷൻസ് ആണ്. ISO സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ISO ഇന്റേണൽ എക്സ്റ്റേണൽ ഓഡിറ്റ് വരുന്നുണ്ട്. ISO 45001 വരുന്നുണ്ട് അല്ലേ. ഇന്റേണൽ എക്സ്റ്റേണൽ ഓഡിറ്റ് ആണ് അതിൻ്റെ പർപ്പസ്. അതുപോലെ തന്നെ ISO 9001 വരുന്നുണ്ട്, അത് ക്വാളിറ്റി ആണ് അതിൻ്റെ പർപ്പസ്. അതുപോലെ തന്നെ ISO 40001 വരുന്നുണ്ട്, അതിൻ്റെ പർപ്പസ് വെച്ചാൽ എൻവയോൺമെൻറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 3 സർട്ടിഫിക്കേഷൻ നമ്മൾ തീർച്ചയായിട്ടും സേഫ്റ്റി പേഴ്സൺ ചെയ്തിരിക്കണം. അത് പ്രത്യേകിച്ച് നല്ല ഒരു MNC കമ്പനികളിൽ, ഗൾഫ് നാടുകളിലുള്ള കമ്പനികളിലൊക്കെ ഈ സർട്ടിഫിക്കേഷൻ മണ്ടേറ്ററി ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചില ക്ലയൻറ്റുകളുടെ റെക്കോർഡാണ്. ഓഷാഡ് ഇപ്പോൾ അബുദാബി റീജിയണൽ റെക്കോർഡുള്ള പോലെ ചില ക്ലയൻറ്റ്, ചില കമ്പനികളുടെ ഒക്കെ റിക്വയർമെൻറ്റിൽ വരുന്നുണ്ട് ISO 45001 ISO 40001 വരുന്നത്. പ്രത്യേകിച്ച് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിലൊക്കെ ISO 40001 ആണ് റെക്കോർഡായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരം സർട്ടിഫിക്കേഷനൊക്കെ ചെയ്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നാലാമത്തെ ഒരു കേസ് പറഞ്ഞാൽ നമുക്ക് ലെവൽ 6 സർട്ടിഫിക്കറ്റ്. പ്രധാനമായിട്ടും ലെവൽ 6 എന്ന് പറഞ്ഞാൽ നമുക്ക് നെബോഷ് IDP ആണ്. അതിന് പുറമെ നമുക്ക് NVQ ലെവൽ 6 വരുന്നുണ്ട്, അതുപോലെ തന്നെ OTHM ലെവൽ 6 വരുന്നുണ്ട്. അതുപോലെ വാട്ടെവർ ഒരുപാട് കമ്പനികളുടെ, ഒരുപാട് സ്ഥാപനങ്ങളുടെ, ഒരുപാട് അതോറിറ്റികളുടെ സർട്ടിഫിക്കേഷൻ ലെവൽ 6 വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൊടുത്ത IIMT എന്ന് പറഞ്ഞ ഒരു HUQL UKയിലുള്ള ഒരു അതോറിറ്റിയാണ്. അവരുടെ അപ്രൂവലുള്ള ഒരു സർട്ടിഫിക്കറ്റ് IIMTയുടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം, അത് ലെവൽ 6 ആണ്. അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ കുസാറ്റിൽ BTech ലെവൽ 6 ആണ്. അപ്പോൾ ഇങ്ങനെ ലെവൽ 6 സർട്ടിഫിക്കേഷൻ സേഫ്റ്റിയിൽ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെബോഷിൻ്റെ IDP ലെവൽ 6, അതുപോലെ തന്നെ നമ്മുടെ OTHM ലെവൽ 6, NVQ ലെവൽ 6, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ തന്നെ ഈ ഫീൽഡിലുണ്ട്. ഒരു മാനേജർ ലെവലിലേക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഗൾഫ് നാടുകളിൽ ലെവൽ 6 സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഓക്കെ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, ഇക്വലൻ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ലെവൽ 6 ഏതെങ്കിലും ഈ നെബോഷ് IDP OTHM അല്ലെങ്കിൽ NVQ ലെവൽ 6, ഈ 3 ഏതെങ്കിലും ചെയ്തിരിക്കാം. കാരണം 3 ഈക്വൽ വാല്യൂ ആണ് ഇപ്പം നിലവിൽ പോകുന്നത്. നെബോഷ് IDPന് ഏകദേശം ചെറിയ ഒരു IOSH മെമ്പർഷിപ്പുമായി ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ റെഡിയായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, 6 മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എങ്കിൽ പോലും ഇപ്പോഴും OTHM-നും അതുപോലെ തന്നെ NVQ-നും കൂടുതൽ ആളുകൾ ഉണ്ട്. എന്താ വെച്ചാൽ അന്ന് ഈസി വാറ്റ് പാസ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രാഡ് IOSH പോലെയുള്ള മെമ്പർഷിപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് CMIOSH, ടെക് IOSH പോലെയുള്ള ഹയർ അതോറിറ്റി കോഴ്സുകളൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതോറിറ്റി ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. നിലവിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് മാത്രമേ ഒരു സേഫ്റ്റി ഓഫീസറെ സംബന്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഹയർ ലെവലിൽ ചെയ്യേണ്ടതായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഡിഗ്രി, പ്രത്യേകിച്ച് സേഫ്റ്റി ഫീൽഡിൽ എടുക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ സേഫ്റ്റി ഫീൽഡിലുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി MBA അല്ലെങ്കിൽ MSc കോഴ്സുകളൊക്കെ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കോഴ്സുകളൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും സമയം എൻ്റെ ശബ്ദം എന്നെ കണ്ടതിനും കേട്ടതിനുമൊക്കെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന നമ്പറിൽ എഴുതി അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം.